ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച ചിക്കൻ ഫ്രൈ ആണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈക്ക്. മസാലയുടെ ഒപ്പം നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് അരച്ച് ചേർക്കുകയാണ്. അതിനായിട്ട് ഞാൻ മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 6 കഷ്ണം ചുവന്നുള്ളി, ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, അതെല്ലാം ചെറിയതായി കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയുമാണ്. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ. ഇതെല്ലാം ചേർത്ത് നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു 10-12 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. 1/4 കിലോ വരും ക്ലീനാക്കി വെച്ച ചിക്കൻ പീസസ് ആണ്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അരയ്ക്കുമ്പോൾ അത് ചേർത്താലും മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുക്കണം. എല്ലാ പീസസിലും നമ്മൾ തയ്യാറാക്കിയ മസാല തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം 1 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക. 2-3 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. അത്രയും നേരം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു കുഴിയുള്ള പാൻ എടുത്തിട്ടുണ്ട്. കുഴിയുള്ള പാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം എണ്ണ എടുക്കേണ്ടി വരില്ല. 1-2 പ്രാവശ്യം കൂടുതലായിട്ട് ഇട്ട് വറുക്കേണ്ടി വരുമായിരിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തയ്യാറാക്കി വെച്ച ചിക്കൻ, മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത എണ്ണ അധികം റീയൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അതിനുവേണ്ടി എപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കാവുമ്പോൾ കുറേശ്ശെ ഇട്ട് വറുത്തെടുത്താൽ മതിയല്ലോ. കുറച്ച് എണ്ണ എടുത്തിട്ട് അന്നത്തെ യൂസിന് വേണ്ടി മാത്രം എടുക്കുമായിരിക്കും നല്ലത്. ഇനി അത് സിമ്മിലാക്കി വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാനതിനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ചിക്കൻ പീസസ് എല്ലാം മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡും നമുക്ക് സിമ്മിലാക്കി ഒരു 10 മിനിറ്റ് വയ്ക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഒരു പ്ലേറ്റിലോ പാത്രത്തിലോ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് മാറ്റുവാണെന്നുണ്ടെങ്കിൽ എക്സസ് ഉള്ള ഓയിലൊക്കെ ആ ടിഷ്യൂ പേപ്പറിലായിക്കോളും. ഇങ്ങനെ നമുക്ക് എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ തന്നെ വറുത്തെടുക്കാവുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതായിപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. തേങ്ങ അരച്ച് ചേർത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ചിക്കന്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എപ്പോഴും ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈയിനേക്കാളും വളരെയധികം വ്യത്യാസമുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും. ഉണ്ടാക്കി നോക്കൂ.
വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.